ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിച്ചാൽ അതുമേൽ അപ്പീൽ പോയാൽ സ്വാഭാവികമാണ് ആ കേസ് അഡ്മിറ്റ് ചെയ്യും. കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ്. ആ അപ്പീൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അപ്പീലുമ തീർപ്പുണ്ടാകുന്നത് വരെ വേറൊരു ഉത്തരവില്ല. ഇവിടെ ആ ഉത്തരവ് ഇറക്കിയതാരാന്ന് കൂടി നമ്മൾ ഓർക്കണം. കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരാണ്. കൃഷ്ണയ്യരുടെ ഉത്തരവാണ് ഈ അപകടം കാണിച്ചു വെച്ചത്. അത് വേറെ കാര്യം. ഇനി ഇതും കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കുമ്പോൾ ഈ സുപ്രീം കോടതി വിധി പ്രസ്താവിക്കുന്നത് വരെ ഇന്ദിരാഗാന്ധിക്ക് സുഖമായിട്ട് കൊണ്ടുപോകാമായിരുന്നല്ലോ ഭരണം. പിന്നെന്തിനാ അവര് രാഷ്ട്രപതിയെയും സ്പീക്കറെയും അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്, ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്? അത് രാജ്യത്ത് എവിടെയെങ്കിലും കേട്ടുകളുള്ളതാണോ? എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ പോയത്? അതിനെന്താ കോൺഗ്രസ്സുകാരുടെ മറുപടി? തെരഞ്ഞെടുപ്പ് ഹർജി കൊടുത്ത് സുപ്രീം കോടതിയിൽ നിൽക്കുമ്പോൾ അതിന്മേൽ തീർപ്പ് കൽപ്പിക്കുന്ന കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ട് എന്തിനാ ഭേദഗതി കൊണ്ടുവന്നത്? അത് ജനാധിപത്യപരമാണോ? അങ്ങനെ ഇവരുടെ മുമ്പിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസ്സുകാരുടെ മുമ്പിൽ ഒരു അജണ്ടയേ ഉള്ളൂ: ഇന്ദിരാഗാന്ധിയെ സംരക്ഷിക്കണം. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം നിയാസിനെ. അന്ന് PMOയിൽ ഉണ്ടായിരുന്ന, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ PMOയിൽ ഉണ്ടായിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥനുണ്ട്, ബിഷൻ ടാൻഡൻ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ഈ അടിയന്തരാവസ്ഥയ്ക്കൊക്കെ ശേഷമാണ്. അതിൻ്റെ പുസ്തകത്തിൻ്റെ പേര് PMO ഡയറി എന്നാ. അന്ന് ഈ അലഹബാദ് ഹൈക്കോടതി വിധി ഉണ്ടായതിനു ശേഷം PMOയിൽ നടന്ന ചർച്ചകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അതിലുണ്ട്. രാത്രി 10 മണിക്ക് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസറെ വിളിച്ചു വരുത്തിയിട്ട് ഇന്ദിരാഗാന്ധി അറിയിക്കുന്നത്, നിങ്ങൾ മീഡിയ മാനേജ് ചെയ്തോളണം, ഞാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞത് ഉൾപ്പെടെ.